ചാനൽ ഇന്ന് ഞാൻ കളിക്കാൻ പോണ ഗെയിമിൻ്റെ പേര് പാർട്ട് ഓഫ് ടൈറ്റൻസ്. ഈ ഡൈനോസർ റാപ്റ്ററാണ്. ഞാൻ ഇത് വെച്ചാൽ കളിക്കാൻ പോണത്. ഇത് അഡൾട്ടായി. ഇത് ഇത്ര ദിവസം വീടില്ലാത്ത വെച്ചാൽ ഇതിന് ഗ്രോത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഗ്രോത്ത് എത്തിക്കാൻ വേണ്ടി നോക്കുമ്പോൾ എന്തെങ്കിലും നമ്മളെ കൊല്ലും. പിന്നെ ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലം ഇംപാക്റ്റ് ക്രേറ്റർ എന്നാണ് പേര്. ഇതാണ് ഈ മാപ്പിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് സ്ഥലം. ഇത് ഹ്യൂമണൊന്നും ക്രിയേറ്റ് ചെയ്തതല്ല, അത് ഉൽക്ക വീണിട്ട് തന്നെ ഇത് ക്രിയേറ്റ് ആയതാണ്. അപ്പോൾ ഇനിയും കുറച്ച് ഡൈനോസറും കൂടി ഗ്രോത്ത് എത്തിക്കാനുണ്ട്. അതിൻ്റെ ഗ്രോത്ത് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഞങ്ങളിന്ന് ഫൈറ്റ് ചെയ്യാൻ പോവാണ്. ഇതൊക്കെ ഗൈസ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അടി നടക്കുന്ന, ഈ മാപ്പിൽ ഏറ്റവും കൂടുതൽ അടി നടക്കുന്ന സ്ഥലം. അത് ഈ സ്ഥലത്തിൽ പോയാണ് ഇമ്പാക്റ്റ് ക്രേറ്റർ. കുറച്ച് ഫുഡും ഇമ്പാക്റ്റ് ക്രേറ്റർ. ഇവിടെ ഒപ്പം നമ്മൾ നിറയെ ഫുഡ് കിട്ടും. കാരണം ഇവിടെ എപ്പോഴും അടിയായിരിക്കും, അതുകൊണ്ട് നമുക്ക് നിറയെ ഫുഡ് കിട്ടും. ഇന്ന് നമ്മൾ അടിയിടാക്കാൻ പോകാൻ പറ്റും. ഇന്ന് നമ്മൾ അടി നടക്കണം. ഇതാറതി എനിക്ക് ആ ഫ്രഷ് മീറ്റ് തിന്നാൻ പറ്റും. ഞാൻ ആ ഫ്രഷ് മീറ്റ് തിന്നുന്നത് മാറ്റിയിട്ട് മറ്റേ എല്ലും പോയ്സൺ മീറ്റും തിന്നു വെച്ചു. അതാണ് ഫുഡ് കുടിക്കട്ടാ. അടിയാണ് പക്ഷെ മുതലിൻ്റെ ഒപ്പമാണ് അടി. റക്സൊക്കെ ഉണ്ട് അവിടെ ഇവിടെ കുറേ പേരുണ്ട്. അപ്പോഴും അടിയില്ല. ഞാൻ മീറ്റ് ഇത് മാറ്റിയിട്ട് ഡേനോഡോക്സ് അത് നമുക്ക് ഫ്രണ്ടാക്കിയാലോ. ഇവിടെ 3 ഗിഗുണ്ട്. സൂക്ഷിച്ചോ അല്ലെങ്കിൽ തടിയുണ്ടോ. ഒരു കടിക്കുള്ളൂ. ഞങ്ങൾ നമ്മുടെ സൈസിൽ ഒത്തിരിയില്ല. കാരണമാണെങ്കിൽ പിന്നെ നമുക്ക് അവൻ്റെ അവന് നമുക്ക് പിടിക്കാൻ പറ്റില്ല. സ്പൈനൊക്കെ ഉണ്ട്. അവൻ പോയി. വെള്ളത്തിൽ ചുറ്റും കിടന്ന് നിൽക്കണം. എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റും. ഞാൻ വെള്ളം കുടിക്കുന്നുണ്ടോ? അതാണ് ഞാൻ നിന്റെ അടുത്ത് അവിടെ നിന്ന് വെള്ളം കുടിക്കാനാ പറഞ്ഞു. കുടിക്കുക ഗീയൊന്നും ചെയ്യുന്നു. കുടിച്ചോ. മുതലുണ്ട് വെള്ളത്തിൽ. മുതല മാത്രം ഉണ്ടോ കാര്യം. വികാസം നമ്മളൊന്നും ചെയ്യില്ല. മുതല മാത്രമാണ് പ്രശ്നക്കാരൻ. നമ്മുടെ ചേച്ചി മുതലുണ്ടാണ്. വാട്ടർ ക്വാളിറ്റി സ്റ്റൂലോ കുടിക്കാൻ പറ്റുക. പിന്നെ ഇതിൽ നമുക്ക് ഗ്രോ അപ്പ് ചെയ്യണമെങ്കിൽ ഫുഡും വെള്ളവും തിന്നാൻ പറ്റില്ല. വിഷയം ചെയ്യണം മാത്രം. സൈഡിൽ കൊസ്റ്റ് വന്നിട്ട് കാണിക്കും. അതിൽ നമ്മൾ കൊസ്റ്റിയാണ്. അതിൽ നമ്മൾ ആ മിഷൻസ് ഒക്കെ തീർത്താൽ നമുക്ക് ഗ്രോത്ത് കിട്ടുമല്ലോ. പിന്നെ ഞങ്ങൾ അഡൽട്ടായി നമുക്ക് പറ്റിയ സൈസ് ആവാൻ മാത്രമേ. പ്ലെയറായി ഇത് ഗെയിമിൽ തിന്നാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനമാണ്. ഗെയിമിൽ ആൾക്കാർക്ക് തിന്നാൻ വേണ്ടി വെച്ചിരിക്കുന്ന എനിക്കതിനെ കൊന്നിട്ട് പോലെ കിട്ടാനൊന്നും പോകുന്നത്. അങ്ങനെ തിന്നാനില്ല. ഓടിക്കോ. പിന്നെ അമ്മമാർക്ക് നല്ലോണം ഡാമേജ് എടുക്കും. വലിയ ഡൈനോസേഴ്സിനൊക്കെ നല്ല മുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയൊരായിട്ട് നിങ്ങൾ അമ്മമാർക്ക് നമ്മളടിക്കാൻ വന്നല്ല, അവിടുത്തെ റക്സിനൊക്കെ അടിക്കാൻ വന്നാണ്.
അവന്മാർക്ക് നല്ല ഡാമേജ് എടുക്കും. ഗൈസ് അവനെ അതുകൊണ്ട് കൊന്നു ഗൈസ്. പാറയാണ് ഇവിടുത്തെ ഗൈസ് അവനെ കൊന്നു. പാറയാണ് ഇവിടുത്തെ നമ്മുടെ രക്ഷ. അവൻ 3 കീഴുണ്ടല്ലോ. നീ ഇറങ്ങി വേണം അതിന്റെ മുകളിൽ കയറി നിൽക്കാണ്ട്. അവൻ കണ്ടം വഴി വിട്ടുവാക്കിയിട്ട് വന്നപ്പോഴേക്കും അതിൻ്റെ ഒരു കടിക്ക് നമ്മളൊന്നും ചെയ്യാൻ വന്നല്ല. കണ്ട കുറേ ഫുഡ് ഉണ്ട്. കണ്ട ഇവിടെ എപ്പോഴും നിറയെ ഫുഡ് ഉണ്ട്. അതുകൊണ്ട് വന്ന് ഇവിടെ വന്ന് സർവേ അത് റക്സിനെ അടിക്കാൻ വന്ന റക്സിനെ. ഒരു റക്സിൻ്റെ അകത്ത് കയറി വന്നു. നമുക്ക് റക്സ് അടിക്കാൻ പോകണം. റക്സ് ഉണ്ടല്ലോ ഇവിടെ വേറെ എടുത്തിട്ടുണ്ട് നമുക്ക് പറ്റിയ സൈസ്. കാറിൻ്റെ അത്ര സൈസിലേക്ക് പേരെ എനിക്കറിയില്ല. അവൻ പോസൻ്റെ എനിക്കറിയാം. അവൻ പിന്നെ അങ്ങോട്ട് ഓടി. പിടിക്കുമല്ലോ. അവൻ പിടിക്കുന്നുണ്ട് കാരണം നീയായിരുന്നു ഇപ്പൊ കടിച്ചെന്നെ. കടിച്ചോടാ നീ കടിച്ചോ. കോട്സിന് പിടിക്കാൻ വരും. അല്ല ഇല്ല എൻ്റെ ഉമ്മ ശരി എനിക്ക് അടിയിലൊക്കെ മൊത്തം മൂടിയിരിക്കുന്ന പുകയായിരുന്നു. കടിച്ചു കൊന്നു. ഞാൻ ആ കോഴ്സിലൊരു കടി എടുത്തിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ കയറി എന്നുവെച്ചാൽ പാവമാണ്. ആ മുതൽ എന്നെ പിടിക്കാൻ വേണ്ടി വന്നായിരുന്നു. കറക്റ്റ് പോയി ആ കോച്ചിൽ അവിടെ വന്നു. എന്താ കോച്ചിനെ പിടിക്കാൻ വെള്ളം വേണം. ഓ മുതൽ ഇങ്ങോട്ടാണ്. മുതലിങ്ങോട്ടാണ്. അധികം വെള്ളത്തിൽ ഇറങ്ങിയ ഇല്ല 2 ഗീഗ വെളിയിലുണ്ട്. 3 ഗീഗ ഉണ്ടാവും ടോട്ടല്. 3 ഗീഗ ഉണ്ട് വെളിയില്. അത് സൂപ്പർ ഫേമസ് ആയിരിക്കും. 1 ഗീഗ ചുമ്മാരെ ടീമിൽ ചേർക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാന്മാരുടെ അടുത്ത് നിന്ന് കളിക്കാത്തത്. അവൻ്റെ ഭാഗമുണ്ട് ട്രോഫി. അവൻ തന്നെ കൊണ്ടു ട്രോഫി എടുത്തു. ഗൈസ് അവനെ കൊന്നു കിട്ടോ. അവനൊക്കെ ഇപ്പോൾ ഒരു കടിക്ക് കൊന്നു. ഇതിപ്പോൾ ഫ്രണ്ടാണ് പറഞ്ഞാൽ അടുത്തൊരു പോകുന്നത്. ഒരു അടിക്ക് കൊന്നു. അവിടെ ഒരു ആംഗിൾ കണ്ടു. ആംഗിളോ ആണ് പഠിക്കുക. പക്ഷെ അവൻ്റെ വായുടെ 2-3 അടിയുണ്ട്. കളിക്കണ്ട. ഇവിടെ ആംഗിനെ കണ്ടെങ്കിൽ ആംഗിനെ തപ്പ്. അതാ ഈ സൈഡിൽ നോക്കറാ. എനിക്ക് വെള്ളം വേണം. ആംഗിനെ കൊന്നോന്നറിയാൻ പാടില്ല. ഞാൻ കുറച്ച് നാളത്തെ കണ്ടു. ആംഗിൻ്റെ 2-3 അടി സൂപ്പർ സൈൻ കാറിന് കയറി. ആൾക്കാർക്ക് അതേ സ്ഥലത്തെത്തി. കാറിനോട് അടുത്തൊന്നും നിൽക്കില്ല. അമ്മരുടെ കാർണോ ഗ്രൂപ്പിൽ 7-8 പേരുണ്ട്. നമ്മളെ സുഖമായി കൊണ്ടു. വെള്ളത്തിന് ഷാർക്കുണ്ട്. വെള്ളത്തിൽ പോണ എല്ലാം പറഞ്ഞ ഷാർക്ക് പിടിച്ച് കൊണ്ടു. വെള്ളത്തിൽ പോയതാണ് പിന്നെ എന്താ ഷാർക്കല്ലേ നീന്തി കളിച്ചിട്ടുണ്ടായിരുന്നു.
പോയില്ല പറഞ്ഞ് തപ്പണ്ടേ ഞാൻ പറഞ്ഞ കാറൊക്കെ അടിക്കണം സ്കൂട്ടർ പക്ഷെ ചക്ക കൊണ്ട് വളർത്തണം എങ്ങനെയുണ്ട് അവിടെ അമ്മ വെള്ളത്തിൽ കറങ്ങി പോകും നമ്മളുടെ ഗ്രൂപ്പിൽ ചേർത്ത് നോക്കാം അവിടെ ഒരു കാറിനുണ്ട് കാറിന് അക്ഷര പേടിക്കണം ഇവിടെ മറ്റേ കുട്ടിയാണോ തോന്നുന്നു അപ്പേ ചെറുതാണ് തോന്നുന്നു ചത്താല സാറല്ല അക്ഷരം പഠിച്ചാലോ അക്ഷന്റെ കുട്ടി അക്ഷരം വരക്കെ പഠിച്ചാൽ എനിക്ക് നല്ല ലാഗ് ഉണ്ട് വരുന്നടാ നല്ല ലാഗ് അടിക്കുന്നുണ്ട് സ്റ്റാമിന ഇവിടെ തന്നെ സ്റ്റാമിന തൊട്ടായിരിക്കുമ്പോൾ സൂക്ഷിക്കണം ആങ്കി ചാവാൻ പാടില്ലായിരുന്നു നമ്മളുടെ അടിപൊളി ചാവാൻ അടിക്കണമെന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒരു കടി എൻ്റെ ചായ പക്ഷെ അവൻ നിൽക്കണ്ടേ നമുക്കത് ഓടിച്ചിട്ട് അടിക്കാം പക്ഷെ അതിൻ്റെ മേലെ കയറി എഴുതാൻ നിൽക്കണം എല്ലാവരും മേലെ കയറി വെള്ളത്തിൽ നിന്ന് കുറേ ദൂരത്തിൽ കുഴപ്പമില്ല ദൂരത്തിൽ കൊന്നിട്ടിരിക്കുന്നു കണ്ട് അവനെ പോയി കളിക്കാം ഓട്ടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് അങ്ങനെ മേലെ കയറി അവിടെ തരും പിന്നെ വെച്ചാൽ നമ്മൾ നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്നതാണ് അവൻ മുകളിൽ പോയാ എന്നാ വേണ്ട വേണ്ട അതൊക്കെ ഉണ്ടവാ പോണ്ടവാ നമുക്ക് വാ റക്സിന് തന്നെ പോയി അടിക്കാം അതിനെ കൊന്നടാ നമ്മളെ കടിക്കാലോ ഷാർക്ക് നടന്നെടുത്ത് നമുക്കത് മേലെ കയറി അവിടെ കടിക്കാം കാറിന് വീണ്ടും ഇറങ്ങി ഈ റക്സ് അവന്മാരെ അടിക്കും ആ കാറിൽ അടിക്കാൻ പോണു തോന്നുന്നു
അടിക്കാം. നമുക്ക് പറ്റിയ ആളാണ്. നമ്മുടെ സൈഡിലുള്ള അടിച്ചോ അടിച്ചോ അടിച്ചോ. അടിച്ചുകൊണ്ട് കിട്ടോ ആ റക്സിനെ കുറച്ച് കിട്ടോ കാലം കൊണ്ട് ചോട്ട് മതി. നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട്, നീ അവനെ മേടിച്ച്. അല്ല അവൻ ഞാനിപ്പോൾ അടിക്കവാ, മെയിലിട്ട് അടിക്കവാ. അവനെയും കളിച്ചു രണ്ട് കൂട്ടുകാരൻ വന്നു സീറ്റി. ഞാൻ കളി നമ്മുടെ കൂട്ടുകാരനാണ് ആര് മരിച്ചു ക്രീപ്പിയാ. നമുക്കിപ്പോൾ ചാവും, നമുക്കൊന്നും പിടിക്കാൻ പറ്റില്ല. ഞാൻ പറ്റോ ഗൈസ്. മരിച്ചു ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര മതി വിചാരിക്കുന്നു. എന്തായാലും ഞാൻ മരിച്ച കാറിൻ്റെ അടി കൊണ്ട്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾക്ക് ഇനി ഡൈനോസർ ഉണ്ട്. ഗ്രോത്ത് എത്തിക്കുന്ന വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യും. ഇല്ലാത്ത ഫുൾ ഗ്രോത്ത് എത്തിച്ചിട്ട് ബാറ്റിൽ പോവുക. ഇപ്പം ഞങ്ങൾ കളിച്ചത് എന്താണ് മാംസ ബുക്ക് വെച്ചിട്ടാണ്. അടുത്ത് ഞങ്ങൾ പച്ചക്കറീനെ ചടുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ.